ഹായ് ഫ്രണ്ട്സ്. ഞാനിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഷോർട്സ് വീഡിയോ ഒന്നും ഇടുന്നില്ല കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ മോൾക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി. അതും കാറ് വന്ന് തട്ടിയതാണ് കേട്ടോ. അതിപ്പോൾ റോഡിൽ ഓടിയോ അതല്ലെങ്കിൽ ക്രോസ് ചെയ്തിട്ടോ ഒന്നുമല്ല, നടന്നു പോയിക്കൊണ്ടിരുന്നത്, അരുവ് ചേർന്ന് നടന്നു പോയിക്കൊണ്ടിരുന്നതാണ് ഞാനും മോളും. അപ്പോൾ പെട്ടെന്ന് പുറകിൽ നിന്നൊരു വണ്ടി വന്നിട്ട് അത് ഹോൺ പോലും അടിക്കാതെ വന്ന് തട്ടി വീഴ്ത്തി. മോൾ എൻ്റെ കയ്യിലാണ്. കാരണം ഇപ്പുറത്തെ സൈഡ് കാടായതുകൊണ്ട് അത് ഉത്സവ സ്ഥലമായിരുന്നു കേട്ടോ. അമ്പലത്തിൽ സപ്താഹം നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അത്രയും ആളുകളുടെ ഇടയ്ക്ക് ഇവിടെ വന്നിട്ട് അത് ഞങ്ങളെ പുറകിൽ നിന്ന് തട്ടിയതാണ്. അപ്പോൾ ഞങ്ങളുടെ കയ്യിലായതുകൊണ്ട് മോള് താഴെ വീണില്ല. ഒരു കൈ കൊണ്ട് പിടിച്ചുകൊണ്ട് മുട്ട് മാത്രം തറയിൽ ചെന്നിടിച്ചു. ഇത്രയും പരിക്ക് പറ്റിയിട്ടുണ്ട് കണ്ടോ. ഫുള്ള് സ്ക്രാച്ചാട്ടോ, ഫുൾ ഒരഞ്ഞ് വാരിപ്പോയി. പിന്നാണെങ്കിൽ കാലിൽ നീരുമുണ്ട്. അപ്പോൾ അവരുടെ ഔദാര്യം പോലാണ് കേട്ടോ അവർ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അവരുടെ രീതി കണ്ടു കഴിഞ്ഞാൽ അവർ നമ്മളെന്തോ ചെയ്ത രീതിയായിരുന്നു അവർക്ക്. കാരണം ഞങ്ങൾ മാത്രമേ ലേഡീസ് മാത്രമേ ഉള്ളായിരുന്നു വണ്ടിയിൽ. ഇപ്പോൾ അത് കേസൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതിയത് ഞാൻ നിങ്ങളോട് പറയാൻ വന്നതാണ് കേട്ടോ. ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ള മോളാണ്. അപ്പോൾ നമ്മൾ അതുമാതിരി കെയർ ചെയ്ത് വന്നതായിരുന്നു അവളെ. അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ ആർക്കും അങ്ങോട്ടൊന്നും ചെന്ന് കയറി കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെ തിരക്ക് ഇങ്ങോട്ട് തന്നെ ചിലവന്മാർ വരിക. അപ്പോൾ ഒന്നുകിൽ വണ്ടിക്കകത്ത് പോകുന്നവർക്കൊരു ധാരണ വേണം, ഈ നടന്നു പോകുന്ന റോഡ് പൊതുജനങ്ങൾക്ക് കൂടി ഉള്ളതാണെന്ന്. അല്ലെ പിന്നെ റോഡിൻ്റെ നടുക്കൂടൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. ഇതിപ്പോൾ അത്രയും ആൾത്തിരക്കുള്ള സ്ഥലത്ത് വെച്ചിട്ട് പുറകെ വന്ന് വണ്ടി ഇടിച്ച് വീഴ്ത്തിയിട്ട് അവരുടെ ന്യായം കൂടി കേട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് എന്താ. അതേസമയം വേറെ വല്ലവരുമായിരുന്നു, എൻ്റെ ഹസ്ബൻഡൊന്നും ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ചെകിട് നോക്കി രണ്ട് പൊട്ടിച്ചേനെ. അപ്പോൾ ഇത്രമാത്രം ഒത്തിരി ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ള കൊച്ചാണ്. അപ്പോൾ അവളെ എന്നിട്ടും ആ രീതി നമ്മൾ കൊണ്ടു നടന്നിട്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന വെച്ചാൽ എന്താണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ആരോടായാലും പറയുന്നത്, വണ്ടി ഓടിക്കുന്നവരോട് ഈ റോഡിൽ നടന്നു പോകാനുള്ള അവകാശവും കൂടെ മറ്റുള്ളവർക്കുണ്ട് കേട്ടോ.